ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് സെറം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു സെറാണ് കേട്ടോ ഇത്. അതായത് മുഖക്കുരുള്ളവർക്കെല്ലാം ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അവരെ മുഖക്കുരു ഇല്ലാണ്ടാക്കാനും മുഖക്കുരു വന്ന പാടുകൾ മാറാനും മുഖത്തെ കറുത്ത പാട് കരിവാളിപ്പെല്ലാം മാറി മുഖം ഈവൺ ആയിട്ടുള്ള ഒരു കളർ ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ടോണറാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നല്ല റിസൾട്ടായിരിക്കും. നിങ്ങൾക്കിത് രാവിലെയും രാത്രിയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് അലോവേര ജെല്ലാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ലാണ് നല്ലത് കേട്ടോ. നമ്മൾ എന്താ പറയുക, വീട്ടിൽ തന്നെ ഉള്ളത് നമുക്ക് ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കാൻ പെട്ടെന്ന് കേട് വരും. ഇതിലേക്ക് 1 ടീസ്പൂണോളം റോസ് വാട്ടറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ജീരകപ്പൊടിയെല്ലാം മുഖത്തിട്ടാൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ജീരകപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ മുഖക്കുരു പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ല സാധനമാണ്. അതുപോലെ തന്നെ നമ്മളെ സ്കിൻ വൈറ്റനിങ്ങിന് ഇത് ഒരുപാട് സഹായിക്കും. അപ്പോൾ ഈ 3 സാധനം മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടണം. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് ഗ്ലിസറിനാണ്. ഗ്ലിസറിന് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുക. അതിനുശേഷം അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഗ്ലിസറിനും കൂടി ഉണ്ടെങ്കിൽ അത് സ്കിൻ വൈറ്റനിങ്ങിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ബോട്ടിലിൽ ഇത് ഒഴിച്ച് വെക്കുക എന്നുള്ളതാണ്. അത് ഒന്നുകിടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കുക, എല്ലാന്നാണെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സെറം ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഫ്രിഡ്ജില്ലാത്തവർക്ക് പുറത്തും സൂക്ഷിക്കാം. പക്ഷേ ഫ്രിഡ്ജുള്ളവർ ഉറപ്പായിട്ടും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. എപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നേരം ഇതൊന്ന് നല്ലോണം ബോട്ടിലിൽ ഷേക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ ആ ജീരകത്തിൻ്റെ പൊടി ഇങ്ങനെ അടിയിലേക്ക് ഊർന്ന് നിന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ രാവിലെയും രാത്രിയും ഇതേപോലെ ഇങ്ങനെ മുഖത്തേക്ക് അടിച്ചു കൊടുക്കാനുണ്ട്. മുഖം നല്ല ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുത്തതിന് ശേഷം മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേയും രാവിലെ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുഖമെല്ലാം കഴുകി വരുമല്ലോ, ആ സമയത്ത് ഇത് യൂസ് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കിത് വിശ്വാസമില്ലെങ്കിൽ ജസ്റ്റ് ഒരു ആഴ്ച നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വല്ല മാറ്റം ഉണ്ടോ എന്നുള്ളത്. ഇത് ഇതേപോലെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമ്മൾ അടിക്കുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു ഫ്രഷ് ഒരിതും ഉണ്ടാവും. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു ചെറിയ തണുപ്പിൽ ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഈ മുഖക്കുരുള്ളവർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഈ ക്യുമിനെ കുറിച്ചിട്ടൊന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പിമ്പിൾസിന് എത്രത്തോളം എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.